ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഭയപ്പെടാത്ത അധ്യായം കുറിച്ച വ്യക്തിയാണ് നരേന്ദ്രമോദി. ഇന്ത്യയെ ലോക രാജ്യങ്ങളുടെ മുൻനിരയിലേക്ക് ഉയർത്തിയതിൽ മോദിയുടെ പങ്ക് ഒരിക്കലും ചെറുതാക്കി കാണാൻ കഴിയും. ലോക നേതാക്കൾ പോലും മോദിയുടെ ദീർഘദർശിയായ ചിന്തയിൽ കൈയടിക്കുന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI-യെയും ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളെയും പുകഴ്ത്തി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ കൂടി രംഗത്ത് വരുന്നതോടെ അതിന്റെ അടിത്തറ ഒന്നുകൂടി ബലപ്പെടുകയാണ്. ഡൽഹിയിൽ നടന്ന ഇന്ത്യ ഇമ്പാക്ട് സമ്മിറ്റ് 2026-ൽ പങ്കെടുത്ത് സംസാരിക്കവെയായിരുന്നു അഭിനന്ദൻ. ലോകത്തെ മറ്റൊരു രാജ്യത്തിനും ഇതുവരെ സാധിക്കാത്ത നേട്ടമാണ് 140 കോടി ജനങ്ങൾക്ക് ഡിജിറ്റൽ ഐഡന്റിറ്റി നൽകിയതിലൂടെ ഇന്ത്യ കൈവരിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സാങ്കേതിക വിദ്യ സാധാരണക്കാരായ ഇന്ത്യക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 10 വർഷം മുൻപ് മുംബൈയിലെ ഒരു തെരുവ് കച്ചവടക്കാരന് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പോലും കൃത്യമായ രേഖകളോ വിലാസമോ ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നതിനെ കുറിച്ച് മാക്രോൺ ഓർമ്മിപ്പിച്ചു. എന്നാൽ ഇന്ന് അതേ കച്ചവടക്കാരന് തന്റെ ഫോൺ ഉപയോഗിച്ച് രാജ്യത്തെ ആരിൽ നിന്നും സൗജന്യമായും തൽക്ഷണമായും പണം സ്വീകരിക്കാൻ സാധിക്കുന്നു എന്നത് സാങ്കേതിക വിദ്യയുടെ കരുത്താണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി.